പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ശനിയാഴ്ച ദിവസം അമ്മയുടെ വലിയൊരു ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നലെ നമ്മുടെ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളല്ലേ, അപ്പോൾ ശരിക്കും ഇന്നലെ ഞങ്ങളുടെ വിൻസെൻ്റ് പോൾ സംഘടന പള്ളിയിൽ വന്ന എല്ലാവർക്കും കുഴിയപ്പമാണ് അവർ കൊടുത്തത്. അപ്പോൾ ആ കുഴിയപ്പാണ് 3 കുഴിയപ്പം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇന്നലെ നമ്മുടെ തിരുനാൾ ആഘോഷിച്ച വിൻസെൻ്റ് പോളിൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ശരിക്ക് ഇല്ലായ്മയിൽ ഉള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്, അത് ഏത് മേഖലയിലായിക്കോട്ടെ, രോഗികളായിരിക്കാം, ചിലപ്പോൾ അറിവിൻ്റെ മേഖലയായിരിക്കാം, സമ്പത്തായിരിക്കാം, വളരെ പ്രത്യേകിച്ച് ഇല്ലായ്മയുടെ ഏറ്റവും കടുത്ത മേഖല എന്ന് പറയുന്നത് ആത്മീയതയാണ്. ശരിയായ സ്പിരിച്വാലിറ്റിയുടെ അഭാവം ഇന്ന് അതിശക്തമാണ്. അവർക്കൊക്കെ നമുക്ക് ഉള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഉള്ളത് കൊടുക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള നല്ല മനസ്സ് ഈശോ നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഒരു കൃപ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊട്ടേഷൻ അച്ഛൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ തേടി പിടിക്കണം. വചനം ഇതാണ്: പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ. എല്ലാവർക്കും അറിയാവുന്ന വചനല്ലേ, അപ്പോൾ കൊട്ടേഷൻ ഇത്തവണ ഇല്ല. ഈ വചനത്തിൽ അച്ഛൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ പറ്റുവാണെങ്കിൽ ബൈബിളൊക്കെ എടുത്ത് അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലൊക്കെ ചോദിക്കണം, അച്ഛൻ ഇതെന്താ സംഭവിച്ചത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ള ഈ വചനം ഇത് എവിടെയാണിത്? അത് ബൈബിളിൽ നമുക്കറിയാലോ, അതിനെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേത് പുസ്തകത്തിലാണിത് പറയണത്? നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ആവർത്തിച്ച് പറയണം. ചിലപ്പോഴൊക്കെ എനിക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ച ഒരു അച്ഛനാണ്, പുരോഹിതനാണ്. ഞാൻ പറയുന്നത് ഭയങ്കരമായൊരു ശൂന്യതയാണ് സത്യം. ഈ പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഭയങ്കര ഒരു ലോൺലിനെസ്. അത് ചിലപ്പോഴൊക്കെ ശരിയാണോ കേട്ടോ. ചില സമയത്തൊക്കെ നമുക്ക് അമ്മ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് വലിയൊരു ഒരു ശൂന്യതയാണ് ശരിക്കും പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടവരെയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വചനം ആവർത്തിച്ച് പറയണം: പെറ്റമ്മ മറന്നാലും ഞാൻ മറക്കുകയില്ല. പെറ്റമ്മയേക്കാൾ ഉന്നതമായ സ്നേഹമാണ് നമ്മുടെ യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ തിരസ്കരിക്കുന്നു എന്നുള്ളത് വലിയ വേദനാജനകമാണ്. കർത്താവേ, ഈശോയുടെ സ്നേഹത്തെ തിരസ്കരിക്കാൻ ഒരു നാളും ഇടവരുത്തരുതേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴെപ്പോഴും ആമേൻ.